നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കില്ല. പ്രോസിക്യൂഷന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കിയാൽ അത് കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകുമെന്നും ഇത് സാഹചര്യം സങ്കീർണമാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ഹർജിയിലെ കീഴ്ക്കോടതി നിരീക്ഷണങ്ങൾ പ്രധാന കേസിനെ ബാധിക്കരുത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ ഇത് പരിശോധിച്ച് തീർപ്പാക്കുകയാണെന്ന് കോടതി ആമുഖമായി പറഞ്ഞുവെന്ന് റിപ്പോർട്ടുകളിലുണ്ട്. അപ്പോൾ എന്താണ് കോടതി ഈ സാങ്കേതിക കാരണങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി ഹർജി തീർപ്പാക്കുകയാണോ ഇന്ന് ചെയ്തത്? വിചാരണ കോടതി കണ്ടെത്തിയതിനപ്പുറം മറ്റൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി പറയുന്നത്. മാത്രമല്ല, ഈ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം നിരാകരിച്ച വിചാരണ കോടതിയുടെ നടപടിയിൽ അപാകതയില്ല എന്നുകൂടി പറയുന്നുണ്ട് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. അത് മാത്രമല്ല, ഈ ജാമ്യം ഇപ്പോൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകും, അത് നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് കോടതി പറയുന്നു. വിചാരണ നടപടികളെ ഇത് ബാധിക്കും എന്നും കോടതി കൂട്ടിച്ചേർത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഏതെങ്കിലും തരത്തിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നീട് ആ കേസിലേക്കായിരിക്കും ഫോക്കസ് കൂടുതലായി പോകുന്നത്. ഈ വിചാരണ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നു, അത് വീണ്ടും നീളാൻ കാരണമാകും. ഇതും കോടതി കണക്കിലെടുക്കുകയുണ്ടായി. ദിലീപിനെതിരായ ആക്ഷേപത്തിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ലെന്നും വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം നിരസിച്ച ഹൈക്കോടതിയുടെ ഉത്തരവ് അത് കീഴ്ക്കോടതിയിൽ ഇരിക്കുന്ന പ്രധാന കേസിനെ ബാധിക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കോടതി നൽകിയിട്ടുണ്ട്. നേരത്തെ ക്രൈംബ്രാഞ്ച് പറഞ്ഞത് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, നിരവധി തെളിവുകൾ അതിന് തങ്ങളുടെ കൈവശമുണ്ട്, അതിനാൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണം, ഇതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ശരി ശ്രീകാന്ത്, എന്തായാലും അതിന്റെ ഹർജിയുടെ മെറിറ്റിലേക്ക് കടക്കാതെ ഇത് സമയബന്ധിതമായി വിചാരണ പൂർത്തിയാക്കണം. ഈ ഹർജിയിൽ ഇടപെടൽ നടത്തിയാൽ വിചാരണ വീണ്ടും വൈകും. ആ സാഹചര്യം ഒഴിവാക്കണമെന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ആ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത് എന്നാണ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.